morning, students. Today we are going to study about the next topic in material control, that is stock turnover or inventory turnover. Inventory turnover is one of the important methods of material control. The objective of stock turnover is to ensure availability of all types of materials required and to avoid over or under investment in materials. Stock turnover establishes the relationship between each item of material consumed and average quantity of material kept in the store during the period. It indicates the rate of speed at which in materials are consumed. Stock turnover ratio എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിലധികം സാധനം സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ആവശ്യത്തിലധികം സാധനം സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദർ ഇസ് റിസ്ക് ഓഫ് ഒബ്സലസൻസ്. ഇപ്പം കുറച്ച് സാധനം മാത്രം സ്റ്റോക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൊഡക്ഷൻ്റെ സമയത്ത് സാധനം ലഭ്യമായി വരത്തില്ല. അപ്പോൾ ഓപ്റ്റിമം ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ സ്റ്റോക്കിൽ വെക്കാവൂ. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് it is equal to value of materials consumed divided by average value of materials kept during the period. അപ്പം ഏത് റേറ്റിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ ഒരു റേഷ്യോ ആയത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. വാല്യൂ ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂം ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ് കെപ്റ്റ് ഡ്യൂറിങ് ദി പീരിയഡ്. Value of materials consumed may be calculated as opening stock of materials plus materials purchased during the period minus closing stock of materials. അപ്പം ഓപ്പണിംഗിൽ എത്ര മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ആ വർഷം എത്ര മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ച്, മൈനസ് വർഷ അവസാനം എത്ര മെറ്റീരിയൽ ഉണ്ട്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് opening stock plus closing stock divided by 2. So average stock എന്ന് പറയുന്നത് opening stock plus closing stock divided by 2. സ്റ്റോക്ക് turnover ratio അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. Then turnover may be calculated in days as well as in months. Turnover in days എന്ന് പറയുമ്പം 365 by inventory turnover ratio. Then turnover in months എന്ന് പറയുമ്പം 12 by inventory turnover ratio. Then next is classification and codification of materials. So an efficient storekeeping system needs a good classification and codification. Materials are classified on the basis of use, shape, color, nature, etc. Classification should be accompanied with a suitable system of codification. The assignment of a number, symbol or any other identification mark is called codification. അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ പല ടൈപ്പ് മെറ്റീരിയൽ കാണും. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പം സ്വർണം എന്ന് പറയുന്നത് ഇച്ചിരി ഉള്ളെങ്കിലും ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ 1 ഗ്രാം സ്വർണത്തിൻ്റെ പോലും നല്ല വിലയാണ് അല്ലേ? പക്ഷെ എന്താ മുട്ടുപ്പിൻ അതിന് നല്ല വിലയുണ്ടോ? അത് 5 രൂപ കൊടുക്കുമ്പോൾ ഒത്തിരി കിട്ടത്തില്ലേ? അപ്പം അത് ഒത്തിരി ഉണ്ടെങ്കിലും വില കുറവാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉള്ളെങ്കിലും അത് ഭയങ്കര വിലയാണ്. അപ്പം അങ്ങനെ നമുക്ക് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ഇതിനെല്ലാം ആ മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ അതിനെ കോഡിഫൈ ചെയ്യാം. അതാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്ന ABC അനാലിസിസ്. or
always better control technique. ABC analysis is also known as always better control or ABC analysis. Is a system of inventory control based on the relative economic importance of different categories of materials. It is based on the principle that more care and control are necessary for costly items of materials. Under the system, the stores are classified into 3 categories on the basis of their value A, B and C. മെറ്റീരിയലിൻ്റെ വാല്യൂവിൻ്റെ ബേസിസിൽ A, B and C ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ A കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് എന്തുമായിരിക്കും? മെറ്റീരിയൽസ് വിച്ച് ആർ വെരി കോസ്റ്റ്ലി ബട്ട് ഫോം ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ടോട്ടൽ ഇൻവെൻട്രി ഈസ് A കാറ്റഗറി. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് ഇച്ചിരിയേ കാണത്തുള്ളൂ, പക്ഷെ അതിന് നല്ല വില കാണും. മെറ്റീരിയൽസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പോർഷൻ ഓഫ് ദി ടോട്ടൽ ഇൻവെൻട്രി ബട്ട് റിലേറ്റീവ്ലി ഓഫ് സ്മോൾ വാല്യൂ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ C കാറ്റഗറി. C കാറ്റഗറി എന്ന് പറയുമ്പം സാധനം ഒത്തിരി ഉണ്ട്, പക്ഷെ വിലയില്ല. ഐറ്റംസ് ഓഫ് മെറ്റീരിയൽസ് whose quantity and value are more or less same are brought under B കാറ്റഗറി. ഇപ്പോൾ ഒരു മീഡിയം B കാറ്റഗറി എന്ന് പറയുമ്പം വലിയ വിലയും ഇല്ല, ഒത്തിരി ക്വാണ്ടിറ്റിയും ഇല്ല. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നതിനെയാണ് B കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാ ഈ ABC അനാലിസിസ് ചെയ്യുന്ന? മെറ്റീരിയലിൻ്റെ മുകളിൽ കൺട്രോൾ എക്സർസൈസ്. വലിയ വിലയുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ വെറുതെ ഇട്ടേക്കുമോ? സ്വർണ്ണമൊക്കെ ചുമ്മാ ഊരി ഇട്ടേക്കുമോ? നമ്മൾ സൂക്ഷിച്ച് വെക്കത്തില്ലേ? അതുപോലെ മുട്ടപ്പിൻ നമ്മൾ സൂക്ഷിച്ച് വെക്കുമോ? ഇല്ല. അപ്പോൾ മുട്ടപ്പിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയുടെ ബേസിസിൽ നമ്മളതിനെ സൂക്ഷിച്ച് വെക്കണം. ദെൻ ഇപ്പോൾ ആദ്യത്തെ ABC അനാലിസിസ്. രണ്ടാമത്തെന്ന് പറയുന്നത് VED അനാലിസിസ് അല്ലെങ്കിൽ വൈറ്റൽ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അനാലിസിസ് known as VED analysis is a device intended for control of spare parts. സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ, ഓട്ടോമൊബൈൽസിൻ്റെ ആണി പോലെ ആണി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ, സ്ക്രൂ ഒക്കെ ഇല്ലേ. On the basis of the relative importance, spare parts may be classified into 3 categories: vital, essential and desirable. Vital spare parts are those items whose non-availability may lead to stoppage of production. വൈറ്റൽ എന്ന് പറയുന്നത് ഇത് ഇല്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ, ഒരു ദിവസത്തേക്ക് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. Therefore, every effort should be made to ensure the availability of these spare parts at any time. പിന്നെ എസെൻഷ്യൽ എന്ന് പറയുമ്പം അത് വേണം, പക്ഷെ ഒരു ദിവസത്തേക്കില്ലെങ്കിലും ഒന്നും നമുക്ക് കുഴപ്പമില്ല, പ്രൊഡക്ഷൻ ഡിസ്റപ്റ്റ് ആവത്തില്ല. പ്രൊഡക്ഷൻ may not be interrupted due to non-availability of essential spare parts for some hours, beyond which production will be stopped, and thus these items are very essential. Desirable എന്ന് പറയുന്നത് ഇത് ഉണ്ടെങ്കിൽ കൊള്ളാം. These are those spare parts which are needed but their absence for a week or so may not lead to stoppage of production. അപ്പം ഒരാഴ്ചത്തേക്കൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് കഴിയുമ്പോൾ നമുക്കിത് ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ എന്ന് പറഞ്ഞുകൊണ്ട് മെറ്റീരിയലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ആവശ്യമില്ലാതെ സാധനം സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ FSN അനാലിസിസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ്. ഫാസ്റ്റ് മൂവിങ്, ദീസ് ആർ items which are rapidly consumed either in actual production or in maintenance so that the stocks are to be replenished very frequently. These are known as fast moving items. ഇതിൻ്റെ സ്റ്റോക്ക് പെട്ടെന്ന് തീരും, അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് തീരുന്ന സാധനങ്ങളാണ്. സ്ലോ മൂവിങ് എന്ന് പറയുന്നത് these are not frequently required for consumption and these stocks are not to be replenished so frequently. Generally these are requisitioned by foremen only once in a week, once in a month, etc. These are known as slow moving items. ഇപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ഒരു മാസത്തേക്കൊക്കെ ഇതൊക്കെ നിൽക്കും. ഇപ്പോൾ അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. നോൺ മൂവിങ് എന്ന് പറയുന്നത്
തീരെ അതിന് ഉപയോഗമില്ലാത്ത, ആരും അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. ഡോർമെന്റ് സ്റ്റോക്ക്, നോൺ മൂവിങ് ഓർ dormant stock. Dormant stock refers to those items which are not moving temporarily but movement is expected soon because of their requirement in production or maintenance. വലിയ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളാണ്. If the non-moving items are not required for production or maintenance, these are to be declared as surplus items and action is to be taken for disposal by tender or auction. The loss on disposal is treated as factory overhead. നോൺ മൂവിങ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമൊന്നും ഇല്ലാത്ത സാധനങ്ങളെ നമ്മൾ നോൺ മൂവിങ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത, നമ്മൾക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല അങ്ങനെയുള്ള ഐറ്റംസിനെ നോൺ മൂവിങ് ആണ്. അടുത്ത ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി. ഇതെന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ടെക്നീക്കാണ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെന്റ്. It is the purchase of materials or goods in such a way that delivery of purchased items is assured at the time of their requirement or immediately before their requirements. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന പ്രൊഡക്ഷൻ തൊട്ട് മുമ്പ് മാത്രമേ ഈ സാധനം ഇവിടെ കൊണ്ടുവരത്തുള്ളൂ, അല്ലാതെ നേരത്തെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യത്തൊന്നുമില്ല. ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി സിസ്റ്റം അവോയ്ഡ്സ് എനോർമസ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ഇൻ സ്റ്റോർസ് ആൻഡ് ഗോഡൗൺസ്. പ്രൊഡക്ഷൻ്റെ സമയത്ത് തൊട്ട് മുമ്പ് മാത്രമേ ഇത് കൊണ്ടുവരും. Nowadays, organizations are becoming more and more interested in getting potential gains from making smaller and more frequent purchase orders because of fast transporting system and availability of materials at any time with the suppliers. So, therefore, the purchasing department develops and maintains good relationship with the suppliers so that the goods are made available by the suppliers immediately after receiving the purchase order. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ജാപ്പനീസ് ടെക്നീക്ക്. സാധനങ്ങൾ നേരത്തെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യത്തില്ല, പ്രൊഡക്ഷൻ്റെ തൊട്ട് മുമ്പ് മാത്രമായിരിക്കും സാധനം വാങ്ങിക്കുന്നത്. ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? നമ്മൾ investment in inventory is reduced because more frequent purchase orders of small quantities are made. Then carrying cost is reduced as a result of low investment in inventory. നമ്മൾ ഇൻവെൻട്രി വെറുതെ വാങ്ങിച്ച് വെക്കുന്നില്ല, അപ്പം അത്രയും സ്റ്റോറേജ് കോസ്റ്റ് ഒന്നും ആവത്തില്ല. Then a reduction in the number of suppliers to be dealt with is possible. Only proven suppliers who can give delivery of quality goods are given purchase orders. നമ്മൾ ചോദിക്കുമ്പോൾ സാധനം നമുക്ക് കിട്ടണം, അങ്ങനെയുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യത്തുള്ളൂ. കോസ്റ്റ് സച്ച് ആസ് ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഓഫ് ഇൻകമിംഗ് മെറ്റീരിയൽസ്, ലോസ് ഡ്യൂ ടു സ്ക്രാപ്സ്, റീവർക്ക് കോസ്റ്റ് എക്സെട്ര reduced because just-in-time purchasing assures quick and frequent deliveries of quality goods. അപ്പം just-in-time എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് മാത്രമേ നമ്മൾ സാധനം വാങ്ങി, വെറുതെ അവിടെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മാസത്തേക്ക് വെച്ചേക്കാൻ വേണ്ടിയിട്ടൊന്നും സാധനം വാങ്ങിക്കത്തില്ല. ആവശ്യമുള്ളപ്പം നമുക്ക് സാധനം വേണമെന്ന് പറയും, അപ്പോഴേ സാധനം നമുക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ദാറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇൻവെൻട്രി ഈസ് കൺവേർട്ടഡ് ഇൻ ടു the rate at which inventory is consumed, ഞാൻ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ. ഐറ്റം മെറ്റീരിയലിനെ നമ്മൾ അതിൻ്റെ വിലയുടെ ബേസിസിൽ, കോസ്റ്റിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യും. അതിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യത്തത് ABC അനാലിസിസ്. ദെൻ ABC അനാലിസിസിൻ്റെ ബേസിസിൽ A, B ആൻഡ് C ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. പിന്നെ പഠിച്ചത് VED analysis, or vital, essential and desirable. Then FSN, fast moving, slow moving and non moving. Then lastly പഠിച്ചത് just in time inventory, that is inventory is not stocked unnecessarily. Inventory is purchased just before production. So these are the different types of inventory control measures. This is an important essay. I hope you have understood the concepts of inventory management. So thank you for your patient listening.
Have a good day.